ലോക മൂവി കാണാൻ നമ്മൾ ചെന്നൈയിൽ ഫിനിക്സ് മാളിലേക്കാണ് പോയോണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്തത് ഒരു 10:50 ഷോയിങ്ങാണ് നൈറ്റ്. കാരണം അപ്പോൾ കുട്ടി ഉറങ്ങുമല്ലോ വിചാരിച്ച് നമുക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് കാണാം. പിന്നെ ഇന്നൊന്ന് എന്താണെന്ന് വെച്ചാൽ 2 ഷോ ഉണ്ടായിരുന്നല്ലോ, ഒന്ന് 4 o'clock, ഇന്നൊന്ന് 10:50 അങ്ങനെ. ഈവനിങ്ങിൻ്റെത് പിന്നെ എന്തായാലും കഴിഞ്ഞു, സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല, റയറായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ നൈറ്റ് ബുക്ക് ചെയ്തു. പിന്നെ നമുക്ക് വാവ ഉറങ്ങുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ജസ്റ്റ് വിൻഡോ ഷോപ്പിംഗ് ചെയ്യാൻ വിചാരിച്ചിട്ട് അവിടെ തന്നെ സ്മാർട്ട് ബസാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ബൊമ്മയൊക്കെ നല്ല രസത്തിലുണ്ടായിരുന്നു. ഞാൻ താഴെ എന്തോ ഷോ ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, എന്താ സംഭവം എന്നൊന്നും അറിഞ്ഞില്ല. ദെൻ ഇവളുടെ ഫസ്റ്റ് മാൾ എക്സ്പീരിയൻസ് ആൻഡ് മൂവി എക്സ്പീരിയൻസും ആണ്. സോ ഞങ്ങൾക്കൊരു എന്താ പറയുക, ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു എങ്ങനെ അവൾക്ക് എങ്ങനെ ഉണ്ട് നോക്കറിയാൻ. ബട്ട് അവൾക്ക് സൂപ്പറാണ്, ഇഷ്ടമായിരുന്നു. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഫുഡ് കോർട്ട് പോയായിരുന്നു. ഫുഡ് കോർട്ട് പോയിട്ട് അവൾക്ക് എന്നിട്ട് മറ്റേ ദാൽ മക്കിനി, പച്ചപ്പയറിൻ്റെ എന്തോ ഒരു കറിയാണത്. ആ എരുമ്പുളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഓക്കെ ആയിരുന്നു അവൾക്ക്. പിന്നെ നമ്മൾ ഫൺ സിറ്റി പോയിട്ട് ഫുള്ള് അങ്ങനെ ഒരു കറക്കം കറങ്ങി. അവൾക്ക് ബൊമ്മേനെ ഒരു ആക്രാന്തം ഉണ്ടെന്ന് നമുക്ക് അപ്പം മനസ്സിലായി. കാരണം കാണിക്കുന്ന എല്ലാ ബൊമ്മേനെയും കൈ നീട്ടി ഇങ്ങനെ അത് വേണം എന്നിങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ഇത് ബ്രാൻഡ് ഹാംലീസ് അങ്ങനെ എന്തോ ആണല്ലോ പ്രൊണൗൺസ് ചെയ്യുക. അവിടെ പോയപ്പോൾ നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള ബൊമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയോ ഒരു 2500 ഉണ്ട് തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ മിനിസോ അങ്ങനെ അവിടെ പോയപ്പോൾ ഓക്കെ, അത്രയേ ഉള്ളൂ. നമുക്ക് അത്ര സൂപ്പറാണെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ ഈ റേസർ മേടിച്ചായിരുന്നു, അത് ജസ്റ്റ് ഒരു 150 അങ്ങനെ ഉണ്ടായിരുന്നു. 5 റേസേഴ്സ് നന്നായിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് ഫേസിലൊക്കെ ഉള്ളതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് ഒരു ഫലൂഡ ഓർഡർ ചെയ്ത്, ഞാൻ കുറേ ഫലൂഡ അങ്ങനെ കഴിച്ചിട്ട്, അപ്പോൾ ഒരു മിനി ഫലൂഡ വന്നിട്ട് ഓർഡർ ചെയ്തു. അതിനുശേഷം നമ്മൾക്ക് മൂവിയുടെ സമയമായപ്പോൾ നമ്മളങ്ങനെ നേരെ മൂവി ചെന്നു. ആൻഡ് മൂവി നമുക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ കുറച്ച് സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ വേഗം ബുക്ക് ചെയ്തതാണ്. കാരണം ഇത് വിട്ടണമെങ്കിൽ പിന്നെ നമുക്ക് തിയേറ്ററിൽ നിന്ന് മൂവി എടുത്തു കളയുമോ ഒരു സംശയം ഉണ്ടായിരുന്നുകൊണ്ടാണ് നമ്മൾ ശരി ഓക്കെ നമ്മൾ മൂവി കാണാൻ വിചാരിച്ചിട്ട് മിഡ് നൈറ്റിൽ ഇതാക്കിയത്. ആൻഡ് കുട്ടീനെ കൊണ്ടുവന്നോണ്ട് ഞാൻ കൂടെ തന്നെ പനിയും കൊണ്ടുവന്നു. ഇൻ കേസ് നമുക്ക് ആക്ഷൻസൊക്കെ കുറേ ഉണ്ടാകുമ്പോൾ നമുക്ക് ഹെവി സൗണ്ട് ഉണ്ടാവുമെന്ന് പേടിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്നിട്ട് പനി കൊണ്ടുവന്നു. ആൻഡ് അവൾക്ക് ഫീഡ് ചെയ്തപ്പോൾ തന്നെ അവൾ കിടന്നുറങ്ങി. പടം കഴിയണ വരെ ഒരു ഡിസ്റ്റർബൻസും ഉണ്ടായിരുന്നില്ല. ആൻഡ് മൂവി കഴിയാൻ എങ്ങനെയും ഒരു 2 മണിയായി. അപ്പോൾ മൂവി എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല രസമുണ്ടായിരുന്നു, നല്ല കോമഡിയൊക്കെ സൂപ്പറായിരുന്നു. ആൻഡ് തിയേറ്ററിൽ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് മനസ്സിലാവുക. TV യിൽ കാണുമ്പോൾ എത്രത്തോളം ഇഷ്ടമാവുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ശരി, ടാറ്റ.